മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി അതിൻ്റെ കണക്കെടുക്കുക, ഭക്ഷണം കഴിച്ചതിൻ്റെ, അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതാരോ മുസ്ലിം ലീഗിലെ ഒരു നേതാവോ മറ്റോ അറേഞ്ച് ചെയ്തു. ആ നേതാവിൻ്റെ മനസ്സിലെന്താ, മുഖ്യമന്ത്രിക്കല്ലേ വീട്ടിൽ വരുന്നത്, അപ്പോൾ ഒരല്പം പോഷായിട്ടുള്ള ഭക്ഷണം. അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഈ പറയണമാതിരിയുള്ള വലിയ സാധനമൊന്നും അല്ലാതെ എന്തോ ചപ്പാത്തി, കുറച്ച് ചോറ്, 3-4 ഡിഷ്. അതിൽ വെജിറ്റേറിയൻ ഉണ്ടാവാം, നോൺ വെജിറ്റേറിയൻ ഉണ്ടാവാം. ഇതാണ് അതിനകത്തുള്ളത്. മൊത്തം ഒരു 6 പാത്രമോ 7 പാത്രമാണ് മേശപ്പുറത്ത് കാണുന്നത്. അതുമാത്രമല്ല, അത് മലബാറിലെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതൊരു വലിയ ഇതല്ല ഈ പറഞ്ഞ സംഗതിയാണെങ്കിൽ. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യം മലബാർ ഭാഗത്ത് പോകുമ്പോഴുണ്ടല്ലോ, മഞ്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സെയ്ദ് മുഹമ്മദ്, മരിച്ചുപോയി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ചായ തന്നു, കൂടെ കാവറുത്തത് മിക്സ്ചർ ഒരു വലിയ കൂമ്പാനോ 2-2.5 കിലോ വരും. കായ വറുത്തത് ഒരു 2 കിലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഇതെന്താ എന്താ കഴിച്ചു? ഞാൻ പറഞ്ഞു, ഇത്രയും ഞാൻ കഴിക്കാൻ, ഇത് ആനയ്ക്ക് കഴിക്കണം. അല്ല അതല്ല, അത് കഴിച്ചു, അത് ബാക്കി. ഞാൻ പറഞ്ഞു, ഇത് കുറയ്ക്കുന്ന പ്രശ്നമില്ല. പിന്നീട് വേറൊരു വീട്ടിൽ പോയി 24 പരിപ്പ് വട. ഞാൻ ഒരാളാണ് വന്നിരിക്കുന്നത്, ഒറ്റ ആൾക്കാണ്. 24 പരിപ്പ് വട, 4 പാക്കറ്റ് നീളൻ ഗ്ലാസ് ബിസ്ക്കറ്റ്. അതിങ്ങനെ പൊട്ടിക്കാതെ വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാതെ, ഇതെല്ലാം പൊട്ടിച്ച് പ്ലേറ്റിൽ നിരത്തിയിട്ട് ഏത്തപ്പഴം, അതൊരു 2 കിലോ ഉണ്ട്. ഞാൻ അന്തം വിട്ട് ഞാൻ ആ അമ്മയോട് ചോദിച്ചു, ഇത് ഒരാൾക്ക് തിന്നാനാണോ ഇത്രയധികം വെച്ച്? അല്ല, അത് കഴിച്ചോ, ആവശ്യമുള്ളത് കഴിച്ചോ, അല്ലാത്ത അവിടെ ഇരിക്കട്ടെ. ഇതാണ് അവരുടെ സമ്പ്രദായം. ഇതുപോലും വി ഡി സതീശൻ്റെ ആ മേശപ്പുറത്ത് ഞാൻ കാണുന്നില്ല. പറയും ഈ ഞാൻ BJP ആണ്, വി ഡി സതീശൻ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കിട്ടിയ തരത്തിൽ 4 ചീത്ത പറയാം, അതൊരു നല്ല സ്വഭാവമല്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ആ വീട്ടുകാർ തരുന്നതല്ലേ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങേർക്ക് നേരത്തെ മെനു പറയാൻ പറ്റുമോ? TV ക്കാരുണ്ടാവും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി, കഞ്ഞിയും ചമ്മന്തിയും മാത്രം മതി, ഒരു പ്ലാവിലയും കുരുത്ത് വെച്ചോ, ഒരു ഷോയ്ക്ക് ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വീട്ടുകാരൻ എന്താ കരുതുന്നത്? മുഖ്യമന്ത്രി വന്നു കഴിയുമ്പോൾ നല്ല ഭക്ഷണം ഇതൊക്കെ കൊടുക്കണ്ടേ? അതുകൂടാതെ മുഖ്യമന്ത്രിയോട് ബാക്കി പരിവാരങ്ങളുണ്ടാകും, അവർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ പുള്ളി അല്പം സമൃദ്ധമായിട്ട് പിന്നെ മലബാറിൻ്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇച്ചിരി കൂടുതൽ ഉണ്ടാകും. ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ നോൺ ഇഷ്യൂ ആണ് സത്യം പറഞ്ഞാൽ. ഇറിറ്റൻസാണ് വെറുതെ ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ. നിങ്ങൾക്ക് എന്തെല്ലാം സീരിയസ് ഇഷ്യൂസുണ്ട്. ഇവർ വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ട് വന്നതാണ്. വിഴിഞ്ഞത്ത് അദാനി ഷെയർ വിറ്റു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എവിടെ പോയി ഷെയർ വിറ്റത്? ആ ഇഷ്യൂവിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ആദ്യം കാലം അറിയത് EP ജയരാജനാണ്. വിറ്റാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ കടയ്ക്കൽ കോടായിൽ വെച്ചു അതങ്ങ് പോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില്ലറ വിഷയങ്ങൾ, അത് ഒരു നല്ല രാഷ്ട്രീയമല്ല.